കേരളത്തിലെ മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചതും നേട്ടമുണ്ടാക്കിയതും മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തനമാണെന്നും യുഡിഎഫ് ശക്തമായി തിരിച്ചുവരാൻ ഇത് കാരണമായെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം പറഞ്ഞു. എടവണ്ണ 10 PM ഡീലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന മുസ്ലിം ലീഗ് ഏറനാട് നിയോജക മണ്ഡലം കേഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവിടെയും എന്താണ് നടന്നത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മണ്ഡലത്തിലെ പ്രധാന നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഗവേഷണം നടത്തി PhD നേടിയ ഒരു ഘട്ടത്തിലായിരുന്നു. ഏത് തെരഞ്ഞെടുപ്പായിരുന്നാലും നിഷ്പ്രയാസം അതിനെ നേരിടാനും വിജയത്തിലെത്തിക്കാനും മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് സാധിക്കും. ഇപ്പോൾ കേരളത്തിലെ ഒരവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിക്കുന്ന എന്താ, നമ്മളിപ്പോൾ നിങ്ങൾ ഇവിടെ എറണാകുളം മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ അപ്പുറത്തു നിന്നും ഉണ്ടോട്ടിയിൽ നിന്നൊക്കെ പോയി അവിടെ സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ സ്ക്വാഡ് പ്രവർത്തനം നടത്തിയവർക്ക് വോട്ടില്ലല്ലോ, അവിടെയുള്ള ജനങ്ങൾക്കല്ലേ വോട്ടുള്ളൂ. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലും മലബാറിലും ഒക്കെ നടന്നു. ഈ നടന്നിടത്തൊക്കെ ജനങ്ങൾ പ്രതികരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ. ഗവൺമെൻറ്റിനെതിരെ സ്വയം ചിന്തിച്ച് വോട്ട് ചെയ്യണം. ഈ ഗവൺമെൻറ് പോകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഈ 10 കൊല്ലമായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ടുകൾ, കടുത്ത യാതന, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നൊരു സാഹചര്യം. 4 വർഷം മുമ്പ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ തുടർ ഭരണത്തിലെത്തുന്നതിന് മുമ്പ് 120 രൂപയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക്. ഇപ്പം അതെത്രയാണ്? 500. എത്ര മടങ്ങാ വിലക്കയറ്റം ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങൾക്കും. ഒരു ഉദാഹരണം വെളിച്ചെണ്ണ പറഞ്ഞതാണ്. ഈ വിലക്കയറ്റം ദുസ്സഹമായ സാഹചര്യത്തിലാണ് ഗവൺമെൻറ് നികുതി കൂടി കൂട്ടിയത്. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും പലതവണ വില കയറ്റുകയും വീട്ടുനികുതി അടക്കം എല്ലാ നികുതികളും വർദ്ധിപ്പിക്കുകയും ചെയ്ത സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കേരളം കാത്തിരിക്കുകയാണെന്നും അതിന്റെ സെമി ഫൈനലാണ് വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PP സഫറുള്ള അധ്യക്ഷനായി. PK ബഷീർ MLA മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT അഷ്റഫ് വിഷയാവതരണം നടത്തി. ഗഫൂർ കുർമാടൻ, പനോളിച്ചേറി, P ചേക്കു മുസ്ലിയാർ, CT അബ്ദുറഹ്മാൻ, VP അഹമ്മദ് കുട്ടി മദനി, PK ഷംസു, V ഹംസ, അബ്ദുറഹ്മാൻ, KV കരീം, VT കുഞ്ഞി, PV ഉസ്മാൻ, പ്രൊഫസർ KA നാസർ, NK യൂസുഫ്, റുഖിയ ഷംസു, റയാനത്ത് കുർമാടൻ, VP സഫിയ ഹുസൈൻ, രജനി, C ജിഷ, E രായിൻ, ആബിദ ഇടവണ്ണ, പാർമൽ അഹമ്മദ് കുട്ടി, EP മുജീബ്, യൂസുഫ്, ആര്യൻ തൊടുക, ഷറഫുദ്ദീൻ കൊടക്കാടൻ, KP മുഹമ്മദ് ഇക്ബാൽ, ലുക്മാൻ അരീക്കോട്, രാജൻ അരീക്കോട്, ബുഷേർ കളത്തുടി, VP ജസീം എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ് എടവണ്ണ.